കോഴിക്കോട് വലിയങ്ങാടി ദുരന്തം UDF BJP അവിശുദ്ധ സഖ്യം രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ LDF ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. ഒരേ തൂവൽ പക്ഷികളെ പോലെയാണ് UDFും BJPയും പ്രവർത്തിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ കെട്ടിവെച്ച നുണകൾ വലതുപക്ഷ മാധ്യമങ്ങളുടെ സഹായത്തോടെ പ്രചരിപ്പിക്കുകയാണെന്നും ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പറയുകയുണ്ടായി. നമുക്കറിയാം, കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഒരു അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു നുണകളുടെ ഒരു കോട്ട കെട്ടി അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ഈ ഒരു വലിയങ്ങാടി ദുരന്ത വിഷയത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഈ കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ട് നടക്കുന്ന ഏത് നല്ല കാര്യത്തിന്റെ പിന്നിലും ഇത്തരത്തിൽ ആ നല്ല കാര്യത്തിന്റെ ആ ഒരു മേന്മയെ ഇല്ലാണ്ടാക്കുവാനുള്ള നുണകളുടെ കോട്ടകൾ UDFും BJPയും ചേർന്ന് സൃഷ്ടിക്കുന്ന കാഴ്ചയാണ്. ഒന്ന്, ഏറ്റവും വിജയകരമായി കഴിഞ്ഞാൽ അതിന്റെ ഒരു ക്രെഡിറ്റ് തട്ടിയെടുക്കുവാൻ BJP എത്തും, അല്ലെങ്കിൽ അത് എന്ത് ചെയ്താലും അത് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് മറ്റൊരു കാരണവുമായിട്ട് UDF എത്തും. അവരൊരു പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള UDF BJP അവിശുദ്ധ സഖ്യമാണ് ഈ കോഴിക്കോട് വലിയങ്ങാടിയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. അതിനെതിരെയാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ബഹുജന കൂട്ടായ്മ LDF അവിടെ സംഘടിപ്പിച്ചത്. ആ കൂട്ടായ്മയുടെ വിശദ വിവരങ്ങളുമായി ഇപ്പോൾ ചേതൻ സാജൻ കൂടി ചേരുകയാണ്. ചേതൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ബഹുജന കൂട്ടായ്മയാണ് അവിടെ LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെ പിന്നിലും ഇത്തരത്തിൽ BJPയും UDFും ചേർന്നുണ്ടാക്കുന്ന ഒരു അവിശുദ്ധ സഖ്യമുണ്ട്. അവർ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന നിരവധി കാരണങ്ങളുമുണ്ട്. അതിനെല്ലാമാണ് ഈ ബഹുജന കൂട്ടായ്മ ഇന്നലെ ഇല്ലാതാക്കിയതല്ലേ? തീർച്ചയായും അതെ സിന്ധൂരി. കഴിഞ്ഞ ആഴ്ചയാണ് കോഴിക്കോട് നഗരത്തെ ഞെട്ടിച്ച വലിയങ്ങാടി ദുരന്തത്തിൽ 4 പേർ മരണപ്പെട്ടത്. ഈ സംഭവം വലിയ രീതിയിൽ നമ്മളെ വേദനിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ കോർപ്പറേഷൻ അടിയന്തര ധനസഹായം എന്ന നിലയിൽ 1 ലക്ഷം രൂപയും ആശ്രിതർക്ക് വേണ്ട ജോലിയും അത് സർക്കാരിനോട് നിർദ്ദേശിക്കും. മറ്റു കാര്യം, അതായത് കൂടുതൽ ഇവർക്ക് സാമ്പത്തിക സഹായം നൽകേണ്ടതുണ്ട് ഈ കുടുംബത്തിന്. അത് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാണ്. ഈ കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം സർക്കാർ തലത്തിൽ നടത്താനും കോഴിക്കോട് കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ നടത്തിയ പരിശോധനയിൽ 16ഓളം പഴകിയ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ, ഇടിഞ്ഞു വീണാറായ കെട്ടിടങ്ങൾ കോർപ്പറേഷൻ്റെ പരിധിയിലുണ്ടെന്നും കോർപ്പറേഷൻ ഉടമസ്ഥയിലുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് 3 വർഷം മുമ്പ് കണ്ടെത്തിയതാണ്. കണ്ടെത്തിയ അന്ന് മുതൽ തന്നെ ഇത് കാലക്രമേണ പൊളിച്ചു മാറ്റാനുള്ള നടപടി കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ചതാണ്. അന്ന് എന്നാൽ വലിയ രീതിയിലുള്ള സമരം, വലിയ രീതിയിൽ ഇതിനെതിരെ തുരങ്കം വെക്കുന്ന നിലപാടാണ് അന്നത്തെ പ്രതിപക്ഷമായ UDFും ഒപ്പം തന്നെ BJPയും സ്വീകരിച്ചത്. അതിന് ഉദാഹരണം പരിശോധിച്ച് നോക്കിയാൽ ഇത്തരത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു കെട്ടിടമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള വേണാട് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം. അത് ഒഴിപ്പിച്ച് അത് പൊളിച്ചു മാറ്റാനുള്ള നടപടി കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ചതാണ്. എന്നാൽ അന്ന് ഈ കോടതിയിൽ ചെന്ന് കോടതി വ്യവഹാരം നടത്തി ഈ ഒഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്തത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ അന്നത്തെ UDF നേതാവായ പ്രതിപക്ഷ നേതാവിൻ്റെ ഭർത്താവാണ് എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജില്ലയിൽ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ ഒരു പാളയം മാർക്കറ്റ് പുനഃസ്ഥാപിക്കുന്ന നടപടി, അത് കല്ലുത്താംകടവ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഈ UDFും അതുപോലെ തന്നെ BJPയും സ്വീകരിച്ച നിലപാട് ഈ കോഴിക്കോട് പാളയം മാർക്കറ്റിലെ തൊഴിലാളികളെ അവരുടെ വികാരത്തെ ഇളക്കിവിട്ട് അത് തുരങ്കം വെക്കുന്ന നടപടിയാണ് ഈ BJPയും UDFും സ്വീകരിച്ചത്. ഇത് പ്രകാരമാണ് അവിടുത്തെ തൊഴിലാളികളെ ഇളക്കിവിട്ട് അങ്ങോട്ടേക്ക് പുതിയ കല്ലുത്താംകടവിലേക്ക് മാർക്കറ്റ് മാറ്റാനുള്ള നടപടികൾ അത് നടക്കാതെ പോയത്. എന്നാൽ ഈ വിഷയം നമ്മൾ ഈ UDF നേതാക്കളോടും ഒപ്പം തന്നെ BJP നേതാക്കളോടും അന്ന് എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ 4 കുടുംബങ്ങൾക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്ന നിങ്ങൾ അന്ന് ഈ പാളയം മാർക്കറ്റിനെ പുനഃസ്ഥാപിക്കുന്ന നടപടി എന്തുകൊണ്ട് സഹകരിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ആരാണ് ചെയ്യേണ്ടത്, അത് കോർപ്പറേഷനല്ലേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൃത്യമായ മറുപടി പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ്. എന്നാൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയവൽക്കരണം, രാഷ്ട്രീയ നീക്കം ഇതിനെതിരെ നടക്കുന്നുണ്ട്. ഏതായാലും അതാണ് സിന്ധൂർ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടന്ന LDF ബഹുജന കൂട്ടായ്മയിൽ തകർന്നത്. സിന്ധൂരി.